തൃശൂരിന്റെ മണ്ണിൽ പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് അന്ത്യശാസനം കുറിച്ചുകൊണ്ട് കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. ചതിയുടെയും കാലുമാറ്റത്തിന്റെയും രാഷ്ട്രീയത്തിന് ജനങ്ങൾ നൽകുന്ന മറുപടി എന്തായിരിക്കുമെന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കും. തൃശൂരിൽ UDF സ്ഥാനാർത്ഥി ഉജ്ജ്വല വിജയം നേടുമ്പോൾ അത് പത്മജയ്ക്കുള്ള തിരിച്ചടി മാത്രമല്ല, അവരെ കൂടെ കൂട്ടിയ BJPക്ക് നൽകുന്ന കനത്ത പ്രഹരം കൂടിയായിരിക്കും. കെ കരുണാകരന്റെ പാരമ്പര്യം തനിക്ക് മാത്രമാണെന്ന് അവകാശപ്പെട്ട് BJP പാളയത്തിലേക്ക് ചേക്കേറിയ പത്മജയെ തൃശൂരിലെ വോട്ടർമാർ കൈവിടുമെന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നു. തൃശൂരിൽ തൂത്തുവാരുമെന്ന കോൺഗ്രസ് വിലയിരുത്തൽ വിരൽ ചൂണ്ടുന്നത് പത്മജയുടെ യുഗ അന്ത്യത്തിലേക്കാണ്. 7 മണ്ഡലങ്ങളിൽ വിജയമുറപ്പിക്കുന്ന കോൺഗ്രസ് ചാലക്കുടി, മണലൂർ, തൃശൂർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, വടക്കാഞ്ചേരി, ഗുരുവായൂർ എന്നീ സീറ്റുകളിൽ വിജയം ഉറപ്പാണ് എന്ന് തെരഞ്ഞെടുപ്പ് അവലോകനം പറഞ്ഞു കഴിഞ്ഞു. സാധാരണയിൽ കവിഞ്ഞ പ്രചാരണവും ആത്മവിശ്വാസവും നേതൃത്വത്തിലും അണികളിലും കാണാമായിരുന്നു. പ്രചാരണ രംഗത്തും പോളിംഗിലും ശക്തമായ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിട്ടുണ്ട്. അത് ജില്ലയിലൊട്ടുക്കും തരംഗമായാൽ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും UDF തൂത്തുവാരുമെന്നും നേതൃത്വം അവകാശപ്പെട്ടു കഴിഞ്ഞു. വിജയമുറപ്പാണെന്നതിന് കോൺഗ്രസ് പറയുന്ന കാരണങ്ങൾ മുൻപില്ലാത്ത രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം, സ്ഥാനാർത്ഥി നിർണയം അപശബ്ദങ്ങളില്ലാതെ പൂർത്തീകരിച്ചു. നേതൃത്വ തലത്തിലെ ഒത്തൊരുമയും ഐക്യവും പ്രവർത്തകർക്ക് ആവേശവും ആത്മവിശ്വാസവും പകർന്നു. ഇടത് സഹയാത്രികർ പോലും തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിനായിട്ട് പ്രവർത്തിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ LDFന്റെ പല അനുകൂല ഘടകങ്ങളും ഇന്ന് UDFനൊപ്പം നിഷ്പക്ഷ വോട്ടുകൾ പരമാവധി സ്വന്തമാക്കാൻ മുന്നണിക്ക് സാധിക്കും. പരാജയമുണ്ടായാൽ അതിനുള്ള കാരണങ്ങൾ വിജയസാധ്യത ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ BJP LDF അന്തർധാര, തൃശൂർ പോലുള്ള മണ്ഡലങ്ങളിൽ UDF അനുകൂല വിഭാഗത്തിലെ ചിലർ വോട്ട് ചെയ്തില്ല, ജില്ലാ സംസ്ഥാന നേതൃത്വവുമായിട്ട് ആലോചിക്കാതെയുള്ള ചിലരുടെ പ്രവർത്തനം നെഗറ്റീവായി, ചൂരൽമല ദുരന്ത ബാധിതരെ കോൺഗ്രസ് സംരക്ഷിച്ചില്ല എന്ന പ്രചാരണം നെഗറ്റീവായി എന്നിവയൊക്കെയാണ് പറയുന്നത്. ഘടകങ്ങളൊക്കെ ഒത്തുചേരുമ്പോൾ പത്മജ വിരിയിക്കാൻ വെച്ച ആ താമര തണ്ടുടിഞ്ഞു വീഴും. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം രുചിക്കുന്നതോടെ പത്മജയുടെ രാഷ്ട്രീയ പ്രസക്തി തന്നെ അവസാനിക്കും. തന്നെ ഇത്രയും കാലം പോറ്റി വളർത്തിയ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്ത പത്മജയെ തോൽവിക്ക് ശേഷം BJP പോലും തിരിഞ്ഞു നോക്കില്ല എന്നതാണ് സത്യം. യൂസ് ആൻഡ് ത്രോ രാഷ്ട്രീയത്തിന്റെ ഇരയായിട്ട് അവർ മാറാൻ പോവുകയാണ്. സ്വന്തം തട്ടകമായ തൃശൂരിൽ നിന്നും പത്മജയെ ഓടിക്കുമെന്ന വാശിയിലാണ് UDF പ്രവർത്തകർ. UDFന് അനുകൂലമായ തരംഗം ജില്ലയിൽ ഉടനീളം ആഞ്ഞടിക്കുമ്പോൾ പത്മജയുടെ BJP പ്രവേശനം ഒരു കോമഡി പീസായി മാത്രം അവശേഷിക്കും. പ്രചാരണ രംഗത്തെ ആവേശവും ഭരണവിരുദ്ധ വികാരവും UDFന് വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. പത്മജ ഉയർത്തിയ വെല്ലുവിളികൾ കോൺഗ്രസ് പ്രവർത്തകരെ കൂടുതൽ ഒന്നിപ്പിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ പത്മജ മത്സരിച്ച മണ്ഡലത്തിൽ ഇക്കുറി കോൺഗ്രസ് റെക്കോർഡ് ഭൂരിപക്ഷം നേടുമെന്നാണ് വിലയിരുത്തൽ. തോൽവി ഉറപ്പാകുന്നതോടെ പത്മജയ്ക്ക് BJP ഓഫീസുകളുടെ വരാന്തകളിൽ പോലും ഇടം ലഭിക്കില്ല എന്ന് കോൺഗ്രസ് പരിഹസിക്കുന്നുമുണ്ട്. കൂറുമാറിയെത്തിയവരെ സ്വീകരിക്കുന്ന BJPയുടെ രീതി അവർക്ക് തന്നെ വിനയാകാൻ പോവുകയാണ്. തങ്ങളുടെ കോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ വന്ന പത്മജയെ രാഷ്ട്രീയമായിട്ട് ഇല്ലാതാക്കാനുള്ള ആയുധങ്ങൾ കോൺഗ്രസ് മൂർച്ച കൂട്ടി കഴിഞ്ഞിരിക്കുന്നു. തൃശൂരിലെ ജനം പത്മജയെ പാഠം പഠിപ്പിക്കുമെന്നും അതോടെ അവരുടെ രാഷ്ട്രീയ ഗ്രാഫ് 0-ലെത്തുമെന്നും നേതൃത്വം അവകാശപ്പെടുകയാണ്. രാഷ്ട്രീയ വനവാസത്തിന് പത്മജ തയ്യാറെടുക്കേണ്ടി വരും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വോട്ടെണ്ണി കഴിയുമ്പോൾ BJP പാളയത്തിൽ പത്മജ ഒരു ഭാരമായി മാറുമെന്നും അണികൾക്കിടയിൽ സംസാരമുണ്ട്. ചുരുക്കത്തിൽ പത്മജയുടെ രാഷ്ട്രീയ അന്ത്യം മെയ് 3-ന് EVM തുറക്കുന്നതോടെ തീരുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് തൃശൂരിന്റെ മണ്ണിൽ കോൺഗ്രസ് ആധിപത്യം ഉറപ്പിക്കുന്നത്.